സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം. എന്താ മോളെ, അയാൾക്ക് വല്ല കുഴപ്പവുമുണ്ടോ? ദീപ്തിയുടെ ചിരി കണ്ടപ്പോൾ വിജയകുമാരിയുടെ ആകാംക്ഷയേറി. കുഴപ്പം മാത്രമേ ഉള്ളമ്മേ, അവൾ വീണ്ടും ചിരിച്ചു. എന്ത് കുഴപ്പം? അമ്മയോട് ഞാനതൊക്കെ എങ്ങനെയാ പറയുന്നേ? ജയമോഹൻ സാർ ആൾ ശരിയല്ല. ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിജയകുമാരിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. അയാൾ ഒരു ദുർനടപ്പുകാരനാണ്. എന്നാലും സംഭവം എന്താണെന്ന് അറിഞ്ഞേ തീരൂ എന്നവർക്ക് വല്ലാതെ ആഗ്രഹമുണ്ടായി. കോളേജിൽ അയാൾ വല്ല പേരുദോഷവും കേൾപ്പിച്ചിട്ടുണ്ടോ? വിജയകുമാരി ചികഞ്ഞു ചോദിച്ചു. കോളേജിലല്ല, വീട്ടിലാണ്. പക്ഷേ കോളേജിലും പലരും അക്കാര്യം അറിഞ്ഞു. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ജയമോഹൻ സാറിൻ്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. നീ കാര്യം പറ മോളെ, അവളെ നിർബന്ധിച്ചു. 2 കൊല്ലം മുമ്പാണമ്മേ ജയമോഹൻ സാറിനൊരു കല്യാണാലോചന വന്നു. NSS കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചർ ജയലക്ഷ്മി എന്നാണ് അവരുടെ പേര്. ഡിഗ്രിക്ക് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ശ്രീജയുടെ ബന്ധുവാണവർ. എന്നിട്ട് കല്യാണം തീരുമാനിച്ചു. മോതിരമിടിയിലും കഴിഞ്ഞു. ഒരു ദിവസം ജയലക്ഷ്മി ടീച്ചറെ കാണാൻ കോളേജിൽ ഒരു സ്ത്രീ ചെന്നു. 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി. ജയമോഹൻ സാറിൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും കാരണക്കാരൻ സാറാണെന്നുമൊക്കെ അവൾ ടീച്ചറിനോട് പറഞ്ഞു. സത്യമായിരുന്നോ അത്? അത്ഭുതത്തോടെ വിജയകുമാരി ചോദിച്ചു. ജയലക്ഷ്മി ടീച്ചറിൻ്റെ വീട്ടുകാർ നല്ല പിടിപാടുള്ളവരാ. കുടുംബത്ത് വക്കീലും പോലീസ് ഓഫീസർമാരുമൊക്കെയുള്ള കുടുംബം. ടീച്ചറിൻ്റെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് DYSPയാ. പുള്ളിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ പോലീസ് വന്ന് ആ പെണ്ണിനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സാറിനെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചതാണെന്നായിരുന്നു ടീച്ചറിൻ്റെ വിചാരം. എന്നിട്ടെന്താ? സാറിനെ അവർ വിളിച്ചു വരുത്തി. കാര്യമൊന്നും അറിയാതെയാ പുള്ളി ചെന്നത്. ചോദ്യം ചെയ്തപ്പോൾ ശരിയാ, അവൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അതോടെ ആ കല്യാണം അലസിപ്പോയി. എടാ ഭയങ്കരാ! വിജയകുമാരി മൂക്കത്ത് വിരൽ വെച്ചു. സാറ് കല്യാണം കഴിക്കുന്നത് വേലക്കാരിക്ക് സഹിച്ചില്ല. അതാണ് സംഭവിച്ചത്. കാശ് കൊടുത്ത് പ്രശ്നം പരിഹരിച്ചെന്നാ പിന്നെ അറിഞ്ഞത്. എന്നാലും പുള്ളിക്ക് ഇപ്പോഴും പേടിയാ. അവൾ പറഞ്ഞു. എന്തു പേടി? ഇനി കല്യാണം തീരുമാനിച്ചാൽ അവൾ പിന്നെയും വന്ന് പ്രശ്നമുണ്ടാക്കുമോ എന്ന്. അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചെന്ന നാട്ടിലെ സംസാരം. നാളെ ഞാൻ ആ ലീലാമണിയെ ഒന്ന് കാണട്ടെ. നല്ല 4 വർത്തമാനം പറയുന്നുണ്ട് അവളോട്. എൻ്റെ മോൾക്ക് വേണ്ടി അവൾ കണ്ടുപിടിച്ച കല്യാണാലോചന. ചെറുക്കൻ്റെ ഗുണഗണങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കണം എനിക്ക്, രോഷത്തോടെ വിജയകുമാരി പറഞ്ഞു. അമ്മ ആരോടും വഴക്കിന് പോകേണ്ട. നമുക്ക് തന്നെ അതിൻ്റെ നാണക്കേട്. നമുക്ക് താല്പര്യമില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി, ദീപ്തി ഉപദേശിച്ചു. എന്നാലും മോളെ. വേണ്ടമ്മേ, അമ്മ ബാങ്കിലെ സെക്രട്ടറി അല്ലയോ? ആ സ്ത്രീ ക്യാഷ്യറും. അമ്മയ്ക്ക് അവർ വല്ല വേലയും വെച്ചാലോ? അവർ വല്ല തിരിമറിയും നടത്തി അതമ്മയുടെ തലയിലാക്കൂ അവർ. ദീപ്തി പറയുന്നതിലും കാര്യമുണ്ടെന്ന് വിജയകുമാരിക്ക് തോന്നി. ശരിയാ മോളെ, പക്ഷേ ഞാൻ ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് ഞാനവളെ സൗകര്യം പോലെ അറിയിക്കും. ഞാനത്ര മണ്ടിയൊന്നുമല്ലെന്ന് അവളൊന്നറിയണമല്ലോ. വെടിയാക്കപ്പെടാൻ തയ്യാറായിരുന്നില്ല വിജയകുമാരി. അതമ്മ എന്തു വേണേലും ചെയ്യ്. വിജയകുമാരി ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. പെട്ടെന്ന് അവരുടെ മുഖം ഒന്ന് പ്രകാശിച്ചു. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താലോ? അവർ ചോദിച്ചു. എന്താണമ്മേ? UGC അസിസ്റ്റന്റ് പ്രൊഫസർക്കാണോ ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർക്കാണോ ശമ്പളം കൂടുതൽ? അത് പ്രൊഫസർക്കാ. എങ്കിൽ പിന്നെ അയാളെ മഞ്ജരിക്ക് വേണ്ടി ആലോചിച്ചാലോ? അമ്മ എന്താണ് ഈ പറയുന്നത്? വിശ്വാസം വരാതെ ദീപ്തി അവരെ നോക്കി. ലീലാമണിയോട് പറയാം, അവളുടെ അമ്മയെ കണ്ടൊന്ന് സംസാരിക്കാൻ. ചിലപ്പോൾ അവരുടെ മനസ്സു മാറിയാലോ? അച്ഛൻ്റെ അമ്മയുടെ മനസ്സു മാറിയാലും അവളുടെ മനസ്സ് മാറിയില്ലെങ്കിലോ? ദീപ്തി സംശയിച്ചു. അനുസരണയുള്ള മോളാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടമേ നോക്കൂ. എന്തായാലും ലീലാമണിയോട് ഞാനൊന്ന് പറയാൻ പോവുക. നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അമ്മ ഇഷ്ടം പോലെ ചെയ്യ്. ദീപ്തി പുഞ്ചിരിച്ചു. രാത്രി മണി 8. ചന്ദ്രശേഖരപിള്ള അപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. പക്ഷേ രുക്മിണി ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി ചൂടാറാതെ വെച്ചു. സുഭദ്ര ടീച്ചർ അവർക്കിഷ്ടമുള്ള ഒരു സീരിയൽ കണ്ടുകൊണ്ടിരുന്നു. സീരിയലിൽ വലിയ താല്പര്യമില്ലെങ്കിലും അമ്മയുടെ അടുത്ത് വന്നിരിക്കാറുണ്ട് ബാലഭാസ്കർ.
സീരിയലിൻ്റെ സംഭാവ്യമല്ലാത്ത കഥയെക്കുറിച്ചും സംഭാഷണത്തെക്കുറിച്ചും കളിയാക്കി സംസാരിക്കും. ചിലപ്പോൾ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും. സുഭദ്ര ടീച്ചർ അപ്പോൾ വെറുതെ ചിരിച്ചുകൊണ്ട് ഇരിക്കാറേയുള്ളൂ. ഇന്ന് ബാലു വന്നതേയില്ല. സീരിയൽ തീർന്നപ്പോൾ ടീച്ചർ എഴുന്നേറ്റ് അയാളുടെ മുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ബാലു വരാതിരിക്കൂ. പക്ഷേ ടീച്ചർ ചെന്നപ്പോൾ അയാൾ ഏതോ ചിന്തയിൽ മുഴുകി കസേരയിൽ ഇരിക്കുകയായിരുന്നു. 8 മണിയായി, ടീച്ചർ പറഞ്ഞു. അയാൾ ഞെട്ടലോടെ തല തിരിച്ചു നോക്കി. ഇന്നെന്താ, വിശപ്പില്ലേ? സാധാരണ 8 മണിയാകുമ്പോൾ കഴിക്കാൻ ഊണുമുറിയിലേക്ക് വരാറുണ്ട് ബാലഭാസ്കർ. വിശപ്പ് തോന്നുന്നില്ലമ്മേ. അതെന്താ, ഉച്ചയ്ക്ക് വല്ല പാർട്ടിയും ഉണ്ടായിരുന്നോ? അതല്ല. പിന്നെ ഞാൻ വരാം. ഒട്ടും ഉത്സാഹമില്ലാതെയാണ് ബാലഭാസ്കർ എഴുന്നേറ്റത്. സുഭദ്ര ടീച്ചർ അത് ശ്രദ്ധിച്ചു. നിനക്കെന്താ, സുഖമില്ലേ ബാലു? ഏയ്, വിശപ്പ് തോന്നുന്നില്ല, അത്രയേയുള്ളൂ. രാവിലെ നീ 2 ദോശയെ തിന്നുള്ളൂ. ടീച്ചർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കല്ലിൽ നിന്ന് ചുട്ടെടുക്കുന്ന മുരിഞ്ഞ ദോശ അപ്പോൾ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുക്കണം. തേങ്ങാ ചട്നിയിൽ മുക്കി അത് തിന്നുന്നതാണ് ബാലുവിനിഷ്ടം. 3-4 ദോശ അയാൾ അങ്ങനെ കഴിക്കും. ഇന്ന് 2 മാത്രം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാളുടെ മുഖത്തെ മ്ലാനത കണ്ട് പെട്ടെന്ന് ടീച്ചർ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. പക്ഷേ ടീച്ചർക്കത് വിശ്വാസമായില്ല. അമ്മയുടെ പിന്നാലെ അയാൾ ഊണുമുറിയിലേക്ക് ചെന്നു. കൈ കഴുകി വന്ന് ഇരുന്നപ്പോൾ പ്ലേറ്റിലേക്ക് ടീച്ചർ 2 ചപ്പാത്തി എടുത്തു വെച്ചു കൊടുത്തു. ഒന്നു മതി. ടീച്ചർ അയാളെ ഒന്ന് നോക്കി. നെയ് പുരട്ടി ചുട്ടെടുക്കുന്ന ചപ്പാത്തി അയാൾക്കിഷ്ടമാണ്. രാത്രിയിൽ 3 എണ്ണമെങ്കിലും കഴിക്കും. നാളെ ഡോക്ടറെ പോയി കാണണം. നിന്റെ വയറിന് എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വിശപ്പില്ലായ്മ ഉണ്ടാകത്തില്ല. ബാലഭാസ്കർ ഒന്നും മിണ്ടിയില്ല. കഴിക്ക്. ചപ്പാത്തി തൊടുക പോലും ചെയ്യാതെ അയാൾ ഒരു നിമിഷം ഇരുന്നു. കുറച്ച് വിഷമമുണ്ടാക്കിയ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി അമ്മേ. പെട്ടെന്ന് അയാൾ പറഞ്ഞു. എന്താണ്? ഉത്കണ്ഠയോടെ സുഭദ്ര ടീച്ചർ മകനെ നോക്കി. ഇന്നലെ വൈകുന്നേരം ദീപ്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം. സുഭദ്ര ടീച്ചർ അറിയാതെ ഒന്ന് ഞെട്ടി. എന്താ ബാലു? മനസ്സിൽ അവൾ എന്നെയും കൊണ്ട് നടക്കുകയാണെന്ന്. കുറേ നാളായിന്ന്. തുറന്നു പറയാത്തതാണെന്ന്. ടീച്ചർ അയാളെ പകച്ചു നോക്കി. മഞ്ജരിയുടെ കാര്യം അവൾ അറിഞ്ഞു. ഇന്നലെ അങ്ങനെയൊക്കെ വന്ന് പറയാൻ അതാണ് കാരണം. വളരെ സങ്കടപ്പെട്ടാണ് അവൾ പോയത്. സുഭദ്ര ടീച്ചർക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവളെ ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. കളിയായിട്ട് പോലും അത്തരത്തിൽ സംസാരിച്ചിട്ടുമില്ല. ഒരാഗ്രഹവും കൊടുത്തിട്ടുമില്ല. എന്നിട്ടും പെൺകുട്ടികളുടെ മനസ്സങ്ങനെയാ മോനെ. അവർ ഒന്നും വെളിപ്പെടുത്തുകയില്ല. എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കും. സാരമില്ല, നമുക്കെല്ലാവരെയും തൃപ്തിപ്പെടുത്താനൊന്നും പറ്റത്തില്ലല്ലോ. ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. ടീച്ചർ അയാളെ ആശ്വസിപ്പിച്ചു. എനിക്കതല്ലമ്മേ പേടി. എന്താണ്? അവൾ എന്നെ, അല്ല ഞങ്ങളെ ശപിക്കുമോ? പാവം മഞ്ജരിയെ. ഭയത്തോടെ അയാൾ അമ്മയെ നോക്കി. അതിന് നീ എന്ത് കുറ്റം ചെയ്തു മോനെ? അവളോട് നീ ഒരു വഞ്ചനയും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അവൾ ശപിച്ചാൽ തന്നെ നിനക്കൊരു ദോഷവും ഉണ്ടാകത്തില്ല. മഞ്ജരി ഇതറിഞ്ഞാൽ വലിയ വിഷമമാകും. അവൾ ചെന്ന് മഞ്ജരിയോടും ഇങ്ങനെയൊക്കെ പറയാതിരുന്നാൽ മതിയായിരുന്നു. ദീപ്തിയോട് ഞാനൊന്ന് സംസാരിച്ചാലോ? ആ മോഹം ഉപേക്ഷിക്കണമെന്ന് ഞാൻ അവളോട് പറയാം. നിന്റെ കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഇങ്ങനെയൊന്നും ആഗ്രഹിക്കരുതെന്ന്. വേണ്ടമ്മേ, ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഇതറിഞ്ഞിട്ടുള്ളൂ. അമ്മ സംസാരിച്ചാൽ അവൾ ചെന്ന് അവളുടെ വീട്ടിൽ പറഞ്ഞെന്നിരിക്കും. വെറുതെ അവരുടെ നീരസം കൂടി ഏറ്റുപിടിക്കണ്ട. ബാലഭാസ്കർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ടീച്ചർക്ക് തോന്നി. പക്ഷേ അവൾ ചെയ്തത് തെറ്റാണ്. ഈ സമയത്ത് ഇതൊക്കെ നിന്നോട് വന്ന് പറയാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവളുടെ കൂട്ടുകാരിയല്ലേ മഞ്ജരി. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കുന്നതാണ് പുണ്യം, ടീച്ചർ പറഞ്ഞു. അവൾ ചെറിയ കുട്ടിയല്ലേ അമ്മേ. മനസ്സിൽ കൊള്ളാതെ വെളിയിൽ വന്നുപോയി, അത്രയേയുള്ളൂ. എന്തായാലും അമ്മയോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ആശ്വസിക്കാൻ വേണ്ടിയായിരിക്കും അവളും എന്നോട് തുറന്നു പറഞ്ഞത്. സാരമില്ല മോനെ, ദീപ്തി പാവം കുട്ടിയാ. അവളെല്ലാം മറക്കും.
അങ്ങനെ പറഞ്ഞെങ്കിലും സുഭദ്ര ടീച്ചറിൻ്റെ മനസ്സിൽ ആശങ്കയുടെ ഒരു നിഴൽ വീണു. രാവിലെ ഫസ്റ്റ് പീരീഡ് ദിവ്യ ടീച്ചറിൻ്റെ ക്ലാസ്സായിരുന്നു. കുട്ടികൾ ശ്രദ്ധാപൂർവം ക്ലാസ്സിലിരുന്നു. വെളുത്തു മെലിഞ്ഞ സുന്ദരിയാണ് ദിവ്യ ടീച്ചർ. ഒരുപാട് സാരികളുണ്ട് ദിവ്യയ്ക്ക്. അതൊക്കെ ഭംഗിയായി ഉടുത്തുകൊണ്ടുവരും. സാരി ഉടുക്കുന്നതും ഒരു കലയാണെന്ന് അത് കാണുമ്പോൾ മഞ്ജരിക്ക് തോന്നാറുണ്ട്. ഫസ്റ്റ് പീരീഡ് അവസാനിക്കാറായപ്പോഴാണ് അറ്റൻഡർ ശശാങ്കൻ ഒരു നോട്ടീസുമായി വന്നത്. ദിവ്യ അത് വാങ്ങി നോക്കി. ഹിയർ ഈസ് എ ഗ്ലാഡ് ന്യൂസ് ഫോർ യു. ദിവ്യയുടെ പ്രഖ്യാപനം കേട്ട് കുട്ടികളെല്ലാവരും കൗതുകത്തോടെ നോക്കി. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു കണ്ടക്ട് ദ സ്റ്റഡി ടൂർ ഓഫ് ദ ഫൈനൽ MSc ബോട്ടണി ഫ്രം 22nd to 25th ദിസ് മന്ത്. ക്ലാസ്സിൽ പെട്ടെന്ന് ഒരു ആരവ് ഉയർന്നു. സൈലൻസ് പ്ലീസ്. ദിവ്യ കൈ ഉയർത്തി. എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. ദിവ്യ നോട്ടീസിൻ്റെ ബാക്കി ഭാഗം കൂടി വായിച്ചു തീരുന്നതുവരെ കുട്ടികൾ ശ്രദ്ധാപൂർവം അത് കേട്ടിരുന്നു. 22nd എന്ന് പറയുമ്പോൾ ഫ്രൈഡേ ആണല്ലോ സർ. പെട്ടെന്ന് ജഗൻ മൊബൈലിലെ കലണ്ടർ പരിശോധിച്ചു. യെസ്. അന്ന് രാവിലെ പോകുമോ ടീച്ചർ? അല്ല, ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം 7 മണി. ബസ്സിലല്ലേ? അതെ. ദീപ്തി തല തിരിച്ച് മഞ്ജരിയെ ഒന്ന് നോക്കി. ഇപ്പോഴാണ് ഇതൊക്കെ എല്ലാവരും അറിയുന്നത്. എല്ലാം നീ ഇന്നലെ അറിഞ്ഞു. ദീപ്തിയെ ഒന്ന് നോക്കിയതല്ലാതെ അവൾ ഒന്നും പറഞ്ഞില്ല. നമ്മൾ എങ്ങോട്ടൊക്കെയാ ടീച്ചറെ പോകുന്നേ? നേരെ കൊടൈക്കനാൽ, അവിടുന്ന് കാന്തല്ലൂർ, ആനമല, രാജമല, ഇരവികുളം, മൂന്നാർ. അത് കൊള്ളാൻ ടീച്ചറെ. ഇത് ഉല്ലാസയാത്രയല്ല, സ്റ്റഡി ടൂറാണ്. എല്ലാവരും ആവശ്യത്തിന് സ്പെസിമെൻ കളക്ട് ചെയ്യണം. പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പ് ഹെർബേറിയം സബ്മിറ്റ് ചെയ്യണം. ദിവ്യ ഓർമ്മിപ്പിച്ചു. അതറിയാൻ ടീച്ചറെ. നീ പേടിക്കണ്ടാടി. ജയമോഹൻ സർ കയ്യിലുണ്ടല്ലോ. പുള്ളി നിനക്ക് ഹെർബേറിയം ഉണ്ടാക്കിത്തരും. പുഞ്ചിരിയോടെ മഞ്ജരിയുടെ കാതിൽ ദീപ്തി മന്ത്രിച്ചു. മഞ്ജരി അരിശത്തോടെ അവളെ ഒന്ന് നോക്കി. വിവിധതരം ചെടികളുടെ ഇലകളും തണ്ടും പൂക്കളുമൊക്കെ വലിയ നോട്ട് ബുക്കിനുള്ളിലോ കണ്ണാടി പലകകൾക്കിടയിൽ വെച്ച് അമർത്തി ഉണക്കിയെടുത്ത് ശേഖരമുണ്ടാക്കുന്നതാണ് ഹെർബേറിയം. ഹോട്ടൽ ബുക്കിംഗ്, ബസ് ചാർജ് ഒക്കെ അറിഞ്ഞ ശേഷമേ ഓരോരുത്തർക്കും എത്ര രൂപ വെച്ചാകുമെന്ന് അറിയാൻ പറ്റൂ. ജയമോഹൻ സാറാണ് ടൂർ ലീഡർ. 2-3 ദിവസത്തിനകം സാർ അക്കാര്യം ക്ലാസ്സിൽ പറയും. ടൂറിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും സാർ തരും. മഞ്ജരിയുടെ കയ്യിൽ ദീപ്തി ഒന്ന് തൊട്ടു. ലിസ്റ്റ് ആദ്യം കിട്ടുന്നത് നിനക്കായിരിക്കും, അവൾ പറഞ്ഞു. മഞ്ജരി അവളുടെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളി. പോടി മിണ്ടാതെ. ദീപ്തി അമർത്തി ചിരിച്ചു. ടീച്ചേഴ്സ് ആരൊക്കെയാ വരുന്നത്? അരുൺ ചോദിച്ചു. അക്കാര്യം ഫൈനലൈസ് ചെയ്തില്ല. ദിവ്യ അക്കാര്യം പറയാൻ മടിച്ചു. ടീച്ചർ വരുന്നില്ലേ? നോക്കട്ടെ. നോക്കിയാൽ പോരെ, ടീച്ചർ വരണം, ചില കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു. ദിവ്യ ഒന്ന് ചിരിച്ചു. ശരി, വരാം. എങ്കിൽ പിന്നെ സുഭാഷ് സാർ ഉറപ്പായിട്ടും വരും, ഷെറിൻ അടക്കം പറഞ്ഞു. ശരിയാ, അവർ ചക്കരയും തേങ്ങയും പോലെയല്ലയോ? ഇന്ദുപാലയ്ക്കും അതറിയാമായിരുന്നു. ബെല്ലടിച്ചപ്പോൾ ക്ലാസ് അവസാനിച്ചു. ദിവ്യ ടീച്ചർ പോയി. ദീപ്തി എഴുന്നേറ്റു. ഞാൻ ബുക്ക് സ്റ്റാളിലേക്ക് പോവുകയാണ്, നീ വരുന്നോ? അവൾ മഞ്ജരിയോട് ചോദിച്ചു. ഇല്ല, എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് പോണം, മഞ്ജരി പറഞ്ഞു. ജയമോഹൻ സാറിനെ കാണാതിരിക്കാൻ വയ്യാതായോ നിനക്ക്? മഞ്ജരി രൂക്ഷഭാവത്തിൽ അവളെയൊന്ന് നോക്കി. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ പൊന്നേ. ദീപ്തി അവളുടെ കവിളിൽ തലോടി. നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട്, മഞ്ജരി പരിഭവിച്ചു. നമ്മൾ രണ്ടുപേരുമല്ലേ ക്ലോസ് ഫ്രണ്ട്സ്. നിന്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്ത് ഞാൻ തമാശ പറയും? ഒക്കെ ഒരു രസമല്ലേടി? ശരിയാ, പക്ഷേ വേറെ കുട്ടികൾ ഇതൊക്കെ കേട്ടാൽ എന്തു വിചാരിക്കും? അതെന്താ ഓർക്കാത്തെ? ഏയ്, വേറെ ആരും കേൾക്കാതല്ലേ ഞാനെല്ലാം പറയുന്നേ. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക. ജയമോഹൻ സാറിനെ നീ വിടാതെ പിടികൂടിക്കോ. സാറിന് നിന്നോടൊരു ചായ്വുണ്ട്. അത് മുതലാക്കിയാൽ പ്രാക്ടിക്കൽ എക്സാമിന് ഫുൾ മാർക്ക് നിനക്ക് മേടിക്കാൻ പറ്റും. നിനക്ക് ഫസ്റ്റ് റാങ്ക് ഉറപ്പാ. എനിക്കങ്ങനെ ഫസ്റ്റ് റാങ്ക് വേണ്ട, മഞ്ജരി പറഞ്ഞു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മളെ ആർക്കും വേണ്ടല്ലോ. നിനക്കാണല്ലോ എല്ലായിടത്തും ഡിമാൻഡ്. ദീപ്തി അർത്ഥം വെച്ചാണത് പറഞ്ഞതെന്ന് മഞ്ജരിക്ക് മനസ്സിലായി. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. ശരിയാണ്, ടീച്ചർ അമ്മയുടെ വീട്ടിൽ 2 കൊല്ലം ട്യൂഷൻ പഠിക്കാൻ പോയത് ദീപ്തിയോടൊപ്പമാണ്. 2 പേരോടും ബാലുവേട്ടൻ സംസാരിക്കുമായിരുന്നു. പക്ഷേ ബാലുവേട്ടൻ ഇഷ്ടം തോന്നിയത് അവളോടല്ല.
മഞ്ജരി ഒന്ന് നെടുവീർപ്പിട്ടു. ശരി, ഞാൻ പോയിട്ട് വരാം. ദീപ്തി ക്ലാസ്സിൽ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള കെട്ടിടത്തിലുള്ള ബുക്ക് സ്റ്റാളിലേക്ക് പോയി. നോട്ട്സ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ബോൾ പെന്നിലെ മഷി തീർന്നിരുന്നു. തന്നെയുമല്ല, റെക്കോർഡ് ഷീറ്റ് വരയ്ക്കാനുള്ള പെൻസിലും മേടിക്കണം. അതിന് യോജിച്ച പെൻസിൽ കോളേജ് ബുക്ക് സ്റ്റാളിലേക്കിട്ടു. അവൾ പെൻസിലും പേനയും വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ എതിർവശത്ത് നിന്ന് ജയമോഹൻ വന്നത്. അയ്യോ, സാറിനെ കാണാൻ മഞ്ജരി റൂമിലേക്ക് പോയിട്ടുണ്ടല്ലോ, അവൾ ഖേദം അഭിനയിച്ചു പറഞ്ഞു. എന്തിന്? അയാൾ പെട്ടെന്ന് നിന്നു. അതറിയില്ല സാർ, എന്തായാലും അവൾ വലിയ ത്രില്ലിലാ. സകല സമയവും സാറിൻ്റെ കാര്യമാ പറയുന്നേ. ജയമോഹൻ്റെ നെറ്റി ചുളിഞ്ഞു. എൻ്റെ എന്ത് കാര്യം? സ്റ്റഡി ടൂറിൻ്റെ കാര്യങ്ങൾ അവളോടല്ലേ സാർ ആദ്യം പറഞ്ഞത്? അതവൾക്ക് വലിയ സന്തോഷമായി. സാറിന് അവളോട് പ്രത്യേകമായിട്ട് ഒരിഷ്ടമുണ്ടെന്നാ അവൾ പറഞ്ഞത്. ഇന്നിപ്പോൾ സാറാണ് ടൂർ ലീഡർ എന്ന് ദിവ്യ ടീച്ചർ അറിയിച്ചപ്പോൾ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയില്ലെന്നേ ഉള്ളൂ. ഏയ്, ടൂറിൻ്റെ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പം ആദ്യം കണ്ടത് മഞ്ജരിയെയാണ്. അതുകൊണ്ടാ അവളോട് പറഞ്ഞത്. അല്ലാതെ എന്തു പറഞ്ഞാലും അവൾ ഭ്രാന്തെടുത്ത് നടക്കുക. അതേ എനിക്കറിയാവൂ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ദീപ്തി പെട്ടെന്ന് നടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ജയമോഹൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. പിന്നെ മെല്ലെ മുന്നോട്ട് നടന്നു. ദീപ്തി ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു സ്വപ്നാടകനെ പോലെ നടന്നു പോകുന്ന അയാളെ കണ്ട് അവളുടെ ചുണ്ടുകളിൽ അറിയാതെ ഒരു പുഞ്ചിരിയൂറി. അന്ന് കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ജയമോഹൻ പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോൾ അയാളുടെ മൊബൈൽ റിങ് ചെയ്തു. എടുത്തു നോക്കിയപ്പോൾ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയാണ് വിളിക്കാറുള്ളത്. എന്താ അമ്മേ? അയാൾ കോൾ എടുത്തു. അമ്മയല്ല, ഞാനാ. പ്രസന്നയായിരുന്നു അത്. എന്താടി? അയാൾ തിരക്കി. കോളേജിലാണോ? ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ അച്ഛന് ചെറിയ ടെമ്പറേച്ചർ, ജലദോഷമാണെന്ന് തോന്നുന്നു. ഇപ്പം മൂടി പുതച്ച് കിടക്കുക. അമ്മയില്ലയോ അവിടെ? ഉണ്ട്. പോയി മരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കുന്നില്ല. ജലദോഷത്തിനുള്ള മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടത്തില്ലയോ? അവൾ ചോദിച്ചു. കിട്ടും, അത് പറയാനാ വിളിച്ചേ. പിന്നൊരു കാര്യം കൂടുണ്ട്. പഞ്ചസാര കുറവാ, വെളിച്ചെണ്ണയും വേണം. കുളിമുറിയിൽ നോക്കിയപ്പം സോപ്പും തീർന്നു. മേടിച്ചുകൊണ്ട് വരാം, അയാൾ പറഞ്ഞു. ഇറങ്ങാറായോ? ഇറങ്ങുക. നിനക്കെന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, വേഗം ഇങ്ങ് വന്നാൽ മതി. മണി കിളുങ്ങും പോലെ പ്രസന്ന ഒന്ന് ചിരിച്ചു. വെച്ചോ, അയാൾ പറഞ്ഞു. സുഹൃത്തായ ഡോക്ടർ ജയകൃഷ്ണനെ കണ്ട് പ്രഭാകരൻ നായർക്ക് മരുന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പഞ്ചസാരയും വെളിച്ചെണ്ണയും സോപ്പുമൊക്കെ വാങ്ങിക്കൊണ്ടാണ് ജയമോഹൻ അന്ന് വീട്ടിലെത്തിയത്. ടാബ്ലറ്റുമായി അയാൾ പ്രഭാകരൻ നായരുടെ മുറിയിലേക്ക് ചെന്നു. 3 തരം ടാബ്ലറ്റ് ഉണ്ട്. ആഹാരത്തിന് ശേഷം ഓരോന്ന് കഴിക്കണം. 2 ദിവസം കഴിഞ്ഞ് കുറവില്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ചെല്ലണമെന്നാണ് ജയകൃഷ്ണൻ പറഞ്ഞത്. ഇത് വെറും ജലദോഷമാടാ. മരുന്ന് കഴിച്ചില്ലെങ്കിലും മാറും. പക്ഷേ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് മാറും, വിശാലാക്ഷിയമ്മ പറഞ്ഞു. പനിയൊക്കെ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പാടില്ല. അത് പനിച്ച് തന്നെ മാറണം. അച്ഛന് പ്രകൃതി ചികിത്സയിലാണല്ലോ വിശ്വാസം. ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്യ്. ജയമോഹൻ അയാളുടെ മുറിയിലേക്ക് പോയി. എനിക്ക് രാത്രിയിൽ ഇത്തിരി കഞ്ഞി മതി, പ്രഭാകരൻ നായർ പറഞ്ഞു. പൊടിയേരി ഇരിപ്പുണ്ട്, അത് മതിയോ? മതി. തേങ്ങ ചുട്ടരച്ച് ചമ്മന്തിയും വേണം. പ്രസന്നയോട് പറഞ്ഞാൽ മതി, കല്ലിൽ വെച്ച് തന്നെ അരയ്ക്കണം. വിശാലാക്ഷിയമ്മ അടുക്കളയിലേക്ക് ചെന്നു. പഞ്ചസാര പാക്കറ്റുകൾ തുറന്ന് പ്രസന്ന അപ്പോൾ വലിയ ഡബ്ബയിലേക്ക് അത് നിറയ്ക്കുകയായിരുന്നു. അച്ഛന് രാത്രിയിൽ കഞ്ഞി മതിയെന്ന്, ചമ്മന്തി. വിശാലാക്ഷിയമ്മ പറഞ്ഞതെല്ലാം അവൾ തലകുലുക്കി കേട്ടു. നല്ല ആരോഗ്യമുള്ള പെണ്ണാണ് പ്രസന്ന. ചുട്ട തേങ്ങ അരകല്ലിൽ വെച്ച് അമ്മിക്കല്ലുകൊണ്ട് ചതച്ചെടുക്കുവാൻ അവൾക്കൊരു പ്രയാസവും ഉണ്ടാകത്തില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അന്ന് രാത്രിയിൽ പ്രഭാകരൻ നായർ കഞ്ഞിയാണ് കുടിച്ചത്. എന്നിട്ട് നേരത്തെ ഉറങ്ങാൻ കിടന്നു. 2 കട്ടിലുണ്ട് മുറിയിൽ. അതിലൊന്നിലാണ് വിശാലാക്ഷിയമ്മ ഉറങ്ങുന്നത്. പാതിരാവായപ്പോൾ അയാൾ ഉണർന്നു. തൊണ്ടവേദന തുടങ്ങി. ഉമിനീർ ഇറക്കാൻ വയ്യ. വിശാലം, അയാൾ വിളിച്ചു. അവർ നല്ല ഉറക്കത്തിലായിരുന്നു. കിടന്നാലുടൻ ഉറങ്ങുന്ന ഭാഗ്യവതിയായിരുന്നു അവർ. പ്രഭാകരൻ നായർ എഴുന്നേറ്റ് ലൈറ്റിട്ടു. അപ്പോഴേക്ക് വിശാലാക്ഷിയമ്മ ഉണർന്നു. എന്താ, വെള്ളം വല്ലതും വേണോ? ചുക്കും കുരുമുളകും ഇരിപ്പുണ്ടോ? അയാൾ ചോദിച്ചു. കരിപ്പട്ടിയുമുണ്ട്. എന്താ, കാപ്പി വേണോ? ഒരു നുള്ള കാപ്പിപ്പൊടിയും ഇട്ടേക്ക്.
അത് കുടിച്ചാൽ തൊണ്ട കാറലും വേദനയും മാറും. ജയമോഹൻ കൊണ്ടുവന്ന ടാബ്ലറ്റ് പ്രഭാകരൻ നായർ തൊട്ടതേയില്ലായിരുന്നു. കുറച്ച് തുളസിയിലയും കൂടി ഇട്ടാലോ? വിശാലാക്ഷിയമ്മ ചോദിച്ചു. എന്നാൽ ബഹുകേമമായി. വിശാലാക്ഷിയമ്മ എഴുന്നേറ്റു. ആ പെണ്ണിനെ വിളിച്ചുണർത്തണ്ട. പകലന്തിയോളം പണിയല്ലായിരുന്നോ? കിടന്നുറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു. കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കാൻ ഞാൻ മതി. വിശാലാക്ഷിയമ്മ അടുക്കളയിലേക്ക് പോയി. ഊണുമുറിയുടെ ലൈറ്റിട്ടപ്പോഴാണ് അതിനപ്പുറത്തുള്ള പ്രസന്നയുടെ മുറി പാതി തുറന്നു കിടക്കുന്നത് അവർ കണ്ടത്. വാതിലടച്ചിട്ടാണല്ലോ അവൾ ഉറങ്ങാറുള്ളത്. വിശാലാക്ഷിയമ്മ പ്രസന്നയുടെ മുറിയിലേക്ക് ചെന്ന് ലൈറ്റിട്ടു. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. കട്ടിൽ ശൂന്യം. അടുത്ത ഭാഗം നാളെ.